വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. കറണ്ട് അഫയേഴ്സിലൂടെ എങ്ങനെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. അരുൺ ഗോയൽസ് റെസിഗ്നേഷൻ ഇഷ്യൂസ് വിത്ത് CEC സിമ്മേഡ് എസ്കലേറ്റഡ് ഓവർ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. അപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. അരുൺ ഗോയൽ റിസൈൻഡ് എസ് ഇലക്ഷൻ കമ്മീഷണർ ഇൻ ഇന്ത്യ ഡ്യൂ ടു ഡിസഗ്രിമെൻറ്റ്സ് വിത്ത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ അതായത് അരുൺ ഗോയൽ റിസൈൻ ചെയ്തിരിക്കുകയാണ്. കാരണം പറഞ്ഞിരിക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസഗ്രിമെൻറ്റ്സ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇലക്ഷൻസ്, ലോക്സഭാ ഇലക്ഷൻസ് മുമ്പോട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ന്യൂസ് ഉള്ളത് കൊണ്ടും ചിലപ്പോൾ ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണത്? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് ഭരണഘടനാ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കപ്പെടുന്ന ഒരു ബോഡിയാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. ഏതാണ് ഡേറ്റ്? സ്ഥാപിക്കപ്പെട്ട ഡേറ്റ് 25 ജനുവരി 1950. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോഡി വിച്ച് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസ് കാരണം സ്ഥാപിക്കപ്പെട്ട ഒരു ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ 25 ജനുവരി 1950 നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. കാരണം നാഷണൽ വോട്ടേഴ്സ് ഡേ എപ്പോഴാണ്? 25 ജനുവരി ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് നാഷണൽ വോട്ടേഴ്സ് ഡേ 25 ജനുവരി. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്താണ്? 25 ജനുവരി 1950. അപ്പോൾ 25th CEC ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ്. രാജിവെച്ചത് ആരാണ്? അരുൺ ഗോയലാണ് അല്ലേ? അരുൺ ഗോയലാണ് രാജിവെച്ചത്. അത് ഇലക്ഷൻ കമ്മീഷണറാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ല, ഇലക്ഷൻ കമ്മീഷണറാണ് രാജിവെച്ചത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ്. പാർട്ട് 5 ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലെ ഇലക്ഷൻ കമ്മീഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 324 to 329 ആണ് എന്ത്? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ്. അപ്പോൾ ഒരു ഇലക്ഷൻ, അതായത് ഈ പറഞ്ഞ ലോക്സഭാ ഇലക്ഷൻസ്, അങ്ങനെ പൊതുവിൽ ഇലക്ഷൻസിൻ്റെ സൂപ്പറിൻറ്റൻസും കൺട്രോളും അതുപോലെ തന്നെ കോർഡിനേഷനും ആരാണ് നിർവഹിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷനാണ്. അത് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 324 ആണ്. 6 വർഷവും 65 വയസ്സ് വരെ, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് അവരുടെ ടെനുവർ പറഞ്ഞിരിക്കുന്നത്. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിന് എന്തുണ്ടാവും? സെയിം സ്റ്റാറ്റസ് ഓഫ് SC ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജിൻ്റെ അതേ സ്റ്റാറ്റസാണ്, അതേ പദവിയാണ് കൊടുത്തിരിക്കുന്നത്. റിമൂവൽ, അവരുടെ പോസ്റ്റിൽ നിന്ന് റിമൂവൽ എന്താണ്? ഈ പറയുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെ റിമൂവ് ചെയ്യുന്നോ അതുപോലെ തന്നെയാണ് റിമൂവ് ചെയ്യുന്നത്. സൂപ്പർവിഷൻ, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ഷൻസ്. എന്താണ് ഫംഗ്ഷൻ? ഇലക്ഷൻ കമ്മീഷൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർവിഷൻ, കൺട്രോൾ, ഡയറക്ഷൻ ഓഫ് ദി ഇലക്ഷൻസ് ആണ്. അപ്പോൾ ഇലക്ഷൻസ് വളരെ സ്മൂത്തായി നടക്കുന്നതിൽ എന്താ പറയുക, സഹായിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ചില ചോദ്യങ്ങൾ വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തുകൊണ്ട് റിസൈൻ ചെയ്തു? അപ്പോൾ ഒരു കഥ പോലെ ചില കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന വളരെ പോയിൻ്റഡ് ആയിട്ട് പഠിക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനൊരു സെഷൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പഠിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അടുത്ത ദിവസം മുതൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.